വെൽക്കം ബാക്ക് യൂട്യൂബ്. അപ്പോൾ നമ്മളിന്നൊരു റൈഡ് വീഡിയോ ആണ്. ആക്ച്വലി ഇന്ന് നൈസായിട്ടൊരു ബാംഗ്ലൂർ ട്രിപ്പ് ഇടുകയാണ്. ജസ്റ്റ് വൺ ഡേ പോയി വരിക. വൺ ഡേ പോയി ഒരു ദിവസം സ്റ്റേ ഇട്ട് നെക്സ്റ്റ് ഡേ തിരിച്ച് വരാം. ആ ഒരു വൈബാണ്. എനിവേ ബൈക്സ് ഓൾ സെറ്റ്, ലഗേജ് സെറ്റ്, ജസ്റ്റ് കുറച്ച് ആവശ്യമുള്ള സാധനം 2 ഡ്രസ്സും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് പ്രോപ്പർ ജാക്കറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് തൽക്കാലം തണുപ്പ് മറക്കാനായിട്ട് ഡെനിം എടുത്തിട്ടുണ്ട്. ബൂട്ട്, ഒരു ചാത്തൻ ബൂട്ട് വാങ്ങിയിട്ടുണ്ട്. സോ അത്ര തന്നെ, വേറെ പ്രത്യേകിച്ച് വെൽ പ്രിപ്പയർഡ് ഒന്നുമില്ല. എന്നാലും ഓക്കെ, വണ്ടി അടിപൊളിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കില്ലെന്ന് വിചാരിക്കുന്നു. ചുരം കയറിയിട്ടുണ്ട്. ചുരം കയറി ഇച്ചിരി അങ്ങ് കഴിഞ്ഞ് ഒന്ന് സൈഡാക്കിയാണ്. എൻ്റെ അമ്മ മുടിഞ്ഞ മഞ്ഞ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ മഞ്ഞ്. മാപ്പ് 1 മണിക്കൂർ 21 മിനിറ്റാണ് മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കാണിക്കുന്നത്. നോക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈം വലിയ സീനില്ല, ഓക്കെ ആയിരിക്കും. ആനിമൽസ് എന്തെങ്കിലും സ്പോട്ട് ചെയ്യുമെന്ന് അറിയില്ല, നോക്കാം. വൈസർ ഓർന്നിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. ഒന്നും കാണുന്നില്ല, വൈസർ അടച്ചിട്ട്. സ്മോക്ക്ഡ് വൈസറാണ്. സോ യാ, ഈ ടൈമിൽ ഒരു ആനയും പ്രതീക്ഷിക്കുന്നു, നോക്കാം. മോന സാഡിലെ എന്ത് സുഖമാണ് ഈ വണ്ടിയിൽ. സ്ഥലം വൈബാട്ടോ. മഞ്ഞ് ഒരു രക്ഷയില്ല. മഞ്ഞിൻ്റെ കൂടായി നല്ല സ്മൂത്ത് റോഡ് വിത്ത് വൃത്തികെട്ട ഇടക്കിടക്കുള്ള അമ്പും. കുഴപ്പമില്ല, സ്വർഗമാണ്. ഓ, ഈ റോഡ്സിലൊക്കെ ഹമ്പില്ലായിരുന്നെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല വണ്ടികളൊന്നും. ഓക്കെ, എനിവേ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഇനി കണ്ടിന്യൂയിങ്, നത്തിങ് മച്ച് ഇൻട്രസ്റ്റിംഗ്. ഇനി എന്തെങ്കിലും മുമ്പിൽ വരികയാണെങ്കിലോ എന്തെങ്കിലും ചാടുകയാണെങ്കിൽ കാണിക്കാം. സൺഫ്ലവറിൻ്റെ തോട്ടമാണത്. എല്ലാം ഉണയും കിടക്കുകയാണ്. നൈസ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു രക്ഷയില്ല. ദി ബെസ്റ്റ് തിങ് അബൌട്ട് എ മോട്ടോർ സൈക്കിൾ ഇസ് ദാറ്റ് 5 പൈസ ടോളിന് കൊടുക്കണ്ട, എക്സെപ്റ്റ് ഫോർ ദ നൈസ് റോഡ്. ബ്രോ, കിടക്കുകയാണ് നീണ്ടു നിവർന്ന് 1 ഏക്കർ റോഡ്. അവിടെ സൺറൈസ്, മഞ്ഞ് കാരണമൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു അന്ത്യമില്ലാത്ത ഫോഗി റോഡ്സ്. നമ്മൾ ഗുണ്ടൽപേട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം. എൻ്റെ മോനെ വൻ ഫോഗാണല്ലോ. കോലഗൽ ടോൾ റോഡോ, ഐ ഡോണ്ട് നോ വിച്ച് ടോൾ ദിസ് ഇസ്. അപ്പം നമ്മൾ പാസ് ചെയ്തതിപ്പം 2ാമത്തെ ടോളാണ് കേട്ടോ. ഓക്കെ, മൈസൂർ എത്താനായി. പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല, ഫുള്ള് എന്താ പറയുക, ഇതുപോലെ സ്ട്രീറ്റ് റോഡ്സ്, വേറെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ക്രോസ് ചെയ്യും. സ്വന്തം വീട് പോലെ ഇതിൽ കൂടെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് റോഡിൽ കൂടെയൊക്കെ. അപ്പോൾ ആ കാണുന്നതാണ് മൈസൂർ എയർപോർട്ട്. സോ വി ആർ ഓൺ എ 3-lane ഹൈവേ. കുറച്ചും കൂടെ വിചരമ്പിച്ച റോഡായിട്ടുണ്ട്. 2 lane കണ്ടിട്ടേ 3 lane കണ്ടപ്പം എന്തോ ഒരു മനസ്സിനൊരു ആക്രാന്തം. 2 lane ആയാലും 3 lane ആയാലും നാട്ടുകാർക്കൊക്കെ കണക്കന്നെ. അവർ കയറി മറിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോകും.
വൈബാണല്ലോ. കരിമ്പാണല്ലേ, ഏതാ സെറ്റ്. പൊളിച്ച്. ഏതാ നമ്മുടെ ചെട്ടിപ്പൂ എന്ന് പറഞ്ഞ സാധനമല്ലേ, അതാണ് ഈ കാണുന്നത്. അതിനല്ലേ അത്. ഇവിടത്തെവർക്കൊക്കെ ഇത് കണ്ട് മടുത്തിട്ടുണ്ടാവും. നമ്മളെപ്പോലത്തെ ആൾക്കാർ കാണാൻ വേണ്ടി അയ്യോ പല്ല് പോയി പെട്രോൾ അടിച്ച് വരും. ഓഹ് വൈബ് സ്പോട്ട് മാൻ. രണ്ടുമൂന്ന് പിക്സ് എടുത്തിട്ട് വല്ലോടും തീർക്കാം നമുക്ക്. ഏതാ സാധനം. ലൊക്കേഷൻ അപ്ഡേറ്റ്. 112 കിലോമീറ്ററും കൂടെ ടു ബാംഗ്ലൂർ. കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങി. നമ്മളാ മയമുള്ള തണുപ്പൊക്കെ മാറി പണി പാടി തുടങ്ങി. കുഴപ്പമില്ല, വണ്ടി സ്പീഡിങ്. പക്ഷേ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഇച്ചിരി കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇച്ചിരി അല്ല, കുറച്ച് നല്ല പോലെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇപ്പം ഫ്രണ്ട് ബ്രേക്കിലാണ് മൊത്തം കളി. നോക്കാം, ബാംഗ്ലൂർ എത്തിയിട്ട് ശരിയാക്കാം. വീണ്ടും ഹൈവേ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഒരു 100 കിലോമീറ്റർ, എക്സാക്ട്ലി 100 കിലോമീറ്റർ ടു ബാംഗ്ലൂർ. ഇനിയിപ്പോൾ നമ്മൾ 287 ഇപ്പോൾ ടോട്ടൽ ഓടുമ്പം 387 കിലോമീറ്റർ. ഓക്കെ, വൺ സ്ട്രെച്ച് കുഴപ്പമില്ല. ഞാൻ 3:30-ക്കാണ് ഇറങ്ങി. 4:30, 5:30, 6:30, 7:30, 8:30, 9:30, 10:30, 11:30 ആകുമ്പോൾ എത്തുന്നതാണ് കാണിക്കുന്നത്. 8 മണിക്കൂർ എക്സാക്ട്ലി കറക്റ്റ്. റോഡ് കണ്ട് മടുത്ത്. ഇതേപോലെ കുറച്ച് നേരം ഒരു ലോങ് സ്ട്രെച്ച്. ഒരു കമ്പനിക്കാരൻ പറഞ്ഞ് മോനെ നൈസ് റോഡ് വഴി പോയിക്കോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞോ ആയിക്കോട്ടെ എടുക്കാമല്ലോ എന്ന്. അപ്പം ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ത്രൂ ദിസ് റോഡ്. അവിടെ പോയി അയാളെ ഏതാ റോഡെന്ന് വെച്ച്. ഞാൻ കാലിക്കറ്റിൽ നിന്ന് വരുമ്പം 900-നായിരുന്നു പെട്രോൾ അടിച്ചത്. 350 ഓടിയുണ്ട്. അപ്പോഴേക്കും ഫ്യൂവൽ ഈലെത്തി കഴിഞ്ഞാൽ എന്നാലും ഉണ്ടാവും കുറച്ച്, ഒരു 3 to 4 ലിറ്റർ ബാക്കി ഉണ്ടാവും. അപ്പം അതാണ് അവസ്ഥ. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ സമയം 12 സംതിങ് ആയിട്ടുണ്ട്. നമ്മളിപ്പം ബാംഗ്ലൂരിനുള്ളിൽ കയറി ഒഫീഷ്യലി. ഡെമോ ഊമ്പിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ബ്ലോക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല.